എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കേർഡ് റൈസാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: തൈര്, കട്ടത്തൈരാണത്, പുളി കുറവാണ്. ചോറാണത്, പൊന്നിയരിയാണ്, നന്നായി വേവിച്ചതാണ്. ഉപ്പ്, വറുത്തിടാനായിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങൾ: കടുക്, മുളക്, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, ചെറിയ സവോള അരിഞ്ഞതാണ്, മല്ലിയില, ഉഴുന്നുംപരിപ്പ്, കടലപ്പരിപ്പ്, ഓയിൽ. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ചോറ് എപ്പോഴും തണുത്ത ചോറായിരിക്കണം. ചൂടുള്ള ചോറിലേക്ക് തൈര് മിക്സ് ചെയ്ത് ചോറിലേക്ക് തൈരും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യാം. ചോറിലേക്ക് തൈരും ഉപ്പും ചേർന്ന് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വറുത്തിട്ടാണ് ചെയ്യുന്നത്. സാധാരണ ഇഞ്ചിയൊക്കെ നേരിട്ട് ചേർക്കാൻ പതിവ്, പക്ഷേ ഇഞ്ചി നേരിട്ട് ചേർക്കുമ്പോൾ ഇഞ്ചിയുടെ കുത്ത് വരും. അതുകൊണ്ട് അത് ഫ്രൈ ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഓയിൽ ഒഴിക്കണം. ഒരു വെളിച്ചെണ്ണ ചേർക്കുന്നത്, ഓയിൽ ചേർക്കുന്നത്. കടുക്, ഉഴുന്നുംപരിപ്പും കടലപ്പരിപ്പും, ഫ്രൈ ചെയ്യാം. ഇതിലേക്ക് വറ്റൽമുളക്, ചെറുതായി കൊത്തിയിരുന്നിട്ടുള്ള ഇഞ്ചി, ഒരു ചെറിയ സവോള ചെറുതായി കൊത്തിയിരുന്നത്, ഒരു ബ്രൗൺ കളറാണ് ഇവിടെ വഴറ്റ്. ബ്രൗൺ കളറായി വരുന്നത് പച്ചമുളക് ചേർക്കുമ്പോൾ പൊട്ടിത്തെറിക്കരുത്. മല്ലിയില നേരിട്ടല്ല ചേർക്കുന്നത്, ഇതിലൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ചേർക്കുന്നത്. മല്ലിയില ഫ്രൈ ചെയ്ത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നത്. മല്ലിയില കരിഞ്ഞു പോകാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാനേ പാടുള്ളൂ. സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ മിക്സ് ഇതിലേക്ക് ചേർക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഉപ്പ് പാകത്തിനാണോ നോക്കുക.
ചിലർ തൈര് ചോറിൽ പാല് ചേർക്കും, അത് അധികം പുളിയില്ലാണ്ടിരിക്കാനാണ്. ഞങ്ങൾ പാല് ചേർക്കാറില്ല, തൈര് മാത്രമേ ചേർക്കാറുള്ളൂ. പുളിയില്ലാത്ത തൈര് ഉപയോഗിക്കുകയാണെങ്കിൽ പാലിൻ്റെ ആവശ്യമില്ല. നന്നായി മിക്സ് ചെയ്യണം, നല്ല മല്ലിയിലയുടെ ഫ്ലേവർ വരുന്നത്. ഇതിൻ്റെ കൂടെ അച്ചാറാണ് സാധാരണ ഉപയോഗിക്കുക, പപ്പടം ഉപയോഗിക്കാം. വെറുതെ കഴിക്കാനും നല്ലതാണ്. സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാനും പെട്ടെന്ന് ഉണ്ടാകാനും പറ്റിയതാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.